ഞാൻ ഡോക്ടർ എം ശാരംഗധരൻ. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് അതിഗഹനമായൊരു വിഷയമാണ്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സാമ്പത്തിക ദർശനം എന്നതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചർ, പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങളും ഒക്കെ തപ്പിയാലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു വിവരം കൃത്യമായി അടുക്കി വെച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. സാമ്പത്തിക ദർശനം ഗുരുവിൻ്റേത് പലപ്പോഴും നമ്മൾ അത്ര പ്രാധാന്യം കൽപ്പിക്കാതെ വിട്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ആത്മീയ തലത്തിലുള്ള ഗുരുവിൻ്റെ ദർശനം അത് വളരെ ഉദാത്തമാണ്. മാതാതീത ആത്മീയതയാണ് ഗുരു പ്രചരിപ്പിക്കുന്നത്. ലോകത്ത് മറ്റൊരു ഗുരുവും പ്രചരിപ്പിക്കാത്ത ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഭൗതികതയെ സംബന്ധിച്ചിടത്തോളം ഗുരു വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക തലത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ അപഗ്രഥിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സത്യത്തിലാണ് ഗുരുവിൻ്റെ സാമ്പത്തിക ദർശനം വളരെ മഹത്തരവും പ്രായോഗികവും സിദ്ധാന്തപരവുമാണെന്ന ഡോക്ടർ കെ എൻ രാജനെ പോലെയുള്ളവർ അഭിപ്രായപ്പെട്ടപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ കണ്ട ധനാഭിവൃദ്ധി നേടുന്നതിന് വേണ്ടി നിങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ, വ്യവസായത്തിൽ, അതല്ലെങ്കിൽ അധ്വാനത്തിൽ ഏർപ്പെടണം എന്ന് ഗുരു പറഞ്ഞു വെച്ചു. ഇത് സംബന്ധിച്ച് സംരംഭകത്വ കഴിവുള്ളവർ, ശേഷിയുള്ളവർ സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്താൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ വളരെ നന്നായി നമ്മുടെ ശിഷ്യന്മാർ, ഗൃഹസ്ഥ ശിഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയും വൻ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കച്ചവടത്തെ, പങ്കാളിത്ത കച്ചവടത്തെ പറ്റി പറഞ്ഞിട്ടില്ലാത്തതായിരിക്കും. ഗുരു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ കലഹിച്ച് പിരിയരുത്. കലഹിച്ച് പിരിയുന്നതിന് പുറം തർക്കങ്ങൾ ചർച്ചകളിലൂടെ ഒത്തുതീർപ്പാക്കുകയും ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് നടപ്പിലാക്കുകയും വേണം എന്നുള്ളതാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ചിലപ്പോഴത് പ്രായോഗികമാവുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും പങ്കാളിത്ത കച്ചവടത്തെ പറ്റി പറയാതെ അതിനപ്പുറത്തേക്ക് കടന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളും സഹകരണ സംഘങ്ങളും സ്ഥാപിക്കുന്നതിനെ പറ്റി ഗുരു ഉദ്ബോധനം നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെ ദീർഘമായ ചർച്ചകളിലൂടെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുരു അതിന് പറഞ്ഞു തന്ന വശങ്ങളെക്കുറിച്ചുമൊക്കെ അറിയും. എന്നാൽ വളരെ കൂടുതൽ ആളുകൾക്ക് അറിയാൻ കഴിയാത്ത ഒരു കാര്യമാണ് സഹകരണം എന്ന ആശയം കേരളത്തിൽ കൊണ്ടുവരുന്നതിന് ഗുരു വഹിച്ച പങ്ക്. വളരെ കൂടുതൽ ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ സഹകരണം എന്നുള്ളത്. നമുക്കെല്ലാം അറിയാം, വ്യവസായ വിപ്ലവ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലാണ് ഈ തരത്തിൽ സഹകരണം എന്ന ആശയം ഉടലെടുത്തത്. വ്യവസായ വിപ്ലവം വന്നു കഴിഞ്ഞതിന് ശേഷം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായപ്പോഴാണ് തൊഴിലാളികളെ സംഘടിച്ചുകൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ഫ്രാൻസിലും യൂറോപ്പിലെ മറ്റു പ്രദേശങ്ങളിലും ഒക്കെ അത് വ്യാപിച്ചു. കുറച്ചു കഴിഞ്ഞ് അമേരിക്കയിൽ സഹകരണ ആശയം വന്ന്, പക്ഷേ അതൊരു വ്യത്യാസമായ ഉദ്ദേശത്തോടെയാണ് വന്നത്. അത് അവിടെ വരുന്നതിന് കാരണമായത് അന്ന് അവിടെ നടമാടിയിരുന്ന ചില പ്രത്യേകതകളെ മുൻനിർത്തിയായിരുന്നു. കാർഷിക രംഗത്ത് പലതരത്തിൽ ഉൽപ്പാദകർക്ക് ആവശ്യമായ പ്രതിഫലം കിട്ടാതെ വന്ന ഒരവസരത്തിലാണ് സഹകരണ അടിസ്ഥാനത്തിൽ അവർ അതിൻ്റെ വിപണനം ആരംഭിക്കുകയും നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് സഖാവ് ലെനിൻ്റെ നേതൃത്വത്തിൽ സഹകരണം എന്ന ആശയം സോവിയറ്റ് റഷ്യയിൽ നടപ്പിലാക്കിയത്. സോവിയറ്റ് റഷ്യയിൽ വളരെ വലിയ വിജയമായിരുന്നു. ഈ മുമ്പ് സൂചിപ്പിച്ച ബ്രിട്ടീഷുകാരുടെയും അതുപോലെ അമേരിക്കക്കാരുടെയും സമീപനമായിരുന്നില്ല. മറിച്ച് തൊഴിലാളി വർഗ ആധിപത്യമുള്ള ഒരു സമൂഹത്തിൽ സഹകരണമെന്ന ആശയത്തിന് ബ്രിട്ടനിൽ നടപ്പിലാക്കിയ സമയത്ത് വന്ന പാളിച്ചകളും മുതലാളിത്ത മനോഭാവവും മാറ്റി തൊഴിലാളി വർഗങ്ങൾക്ക് മാത്രം ആധിപത്യമുള്ള രീതിയിൽ പോകണം എന്നുള്ളതാണ്. 1917 പക്ഷെ അതിനു മുൻപ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ സഹകരണം എന്ന ആശയത്തെപ്പറ്റി ശിഷ്യരോട് പറയുകയും ശിഷ്യർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത
ചരിത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം. ആ ചർച്ചയിൽ ഉപദേശങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് ഇത് വരുന്നതിനുള്ള സാഹചര്യം ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതാവും. പറഞ്ഞ 3 സ്ഥലങ്ങളിലും, അമേരിക്കയിലായാലും സോവിയറ്റ് റഷ്യയിലായാലും യൂറോപ്പിലായിരുന്നാലും ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. കോളനി വാഴ്ചയുടെ കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് കാഞ്ചീപുരത്താണ് ആദ്യത്തെ സഹകരണ സംഘം വന്നതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും മഹാരാഷ്ട്രയിലെ 2-3 പേരുടെ നേതൃത്വത്തിൽ മഹാത്മാ ഭൂലാൻ അത് എന്ന് അദ്ദേഹത്തിന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു ആ ഭൂലോ. അന്നേരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഉപദേശം, അതേപോലെ തന്നെ വൈകുണ്ഠ മേത്ത എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ഒരു സഹകാരിയുടെ സഹകരണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ സന്യാസി ശ്രേഷ്ഠനാണ് മഹാരാഷ്ട്രയിലെ സഹകരണം എന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം കൊടുത്തത്. അത് വളരെ വലിയ തോതിൽ അത് പ്രചരിക്കുകയും ചെയ്ത്, പ്രചരിപ്പിച്ചതിന് തുടർച്ചയായി 1904 ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. ഇന്ത്യയിൽ ആദ്യമത്തെ സഹകരണ നിയമം 1904. അത് വന്ന് കഴിഞ്ഞ് ഉടൻ തന്നെ ഈ കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചിയാണ്, തിരുവിതാംകൂർ പ്രദേശത്തും എല്ലാം മലബാറിലും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ വന്നു. ഈ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തിരുവച്ചിയുടെ, കാരണം മലബാർ എന്ന മദ്രാസ് സ്റ്റേറ്റിലുണ്ടായിരുന്നതാണ്. തിരുവച്ചിയിൽ അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത, തിരുവിതാംകൂറും കൊച്ചിയും 2 സ്ഥലങ്ങളായിട്ടുള്ള 2 രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന സവിശേഷത, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന രീതിയിൽ ബാങ്കിങ് ബിസിനസ് വന്നെങ്കിലും അത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വലുതായി പോയില്ല. കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായില്ല. ആ അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറുകിട ബാങ്കുകൾ, അവർ ഒരു തരത്തിലുള്ള ചെറുകിട കർഷകർക്കും പറ്റും ചെറുകിട ബാങ്കുകൾ, അത് മണി ലെൻഡിങ് എന്ന് പറയുന്ന നാടനായിട്ടുള്ള പണം കടം കൊടുക്കലാണ്. അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു. നമ്മളന്ന് ചർച്ചയിൽ കണ്ടതാണ്, കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ആഹ്വാനമനുസരിച്ച് സംഘടിക്കുകയും ശക്തരാകുകയും ചെയ്യണം എന്ന് പറഞ്ഞ അവസരത്തിൽ നേരിട്ട് ഒരു പ്രതിസന്ധി. അവർക്ക് ആവശ്യമായ മനുഷ്യവിഭവത്തെ കണ്ടെത്താം, ആവശ്യമായിട്ടുള്ള ഭൗതിക വിഭവത്തെയും പ്രകൃതി വിഭവം പ്രത്യേകിച്ചും ലഭ്യമാണ്. അതനുസരിച്ച് പരമ്പരാഗത വ്യവസായങ്ങളിലും കൃഷിയിലും മറ്റും കാർഷിക വൃത്തിയിലും മറ്റും ഏർപ്പെട്ടവർക്കും ഒക്കെ സംരംഭങ്ങളടങ്ങാം, സഹകരണ സംഘങ്ങൾ നോക്കാം. പക്ഷെ സഹകരണ സംഘങ്ങളെ പറ്റി അവരുടെ ചിന്തയിൽ വന്നില്ല. എങ്ങനെ അവർക്ക് ധനസമാഹരണം നടത്താനാവും? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കാര്യം പറഞ്ഞെങ്കിലും ഒരല്പം കൂടെ ഉയർന്ന തലത്തിലുള്ളവരെ പറ്റി അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എന്തു വേണം എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഗുരുവിൻ്റെ സഹകരണം എന്ന ആശയം ശിഷ്യരുടെ ഇടയിൽ എത്തിയത്. ഗുരുവിനോട് അതിന് ചോദിച്ചപ്പോൾ നിങ്ങൾ പരസ്പര സഹായ സംഘങ്ങൾ തുടങ്ങാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് പരസ്പര സഹായ സംഘങ്ങൾ തുടങ്ങിയതാണ് കേരളത്തിലെ സഹകരണ സംഘം എന്ന ആശയം വളരെ പ്രബലമായി രൂപപ്പെടാൻ കാരണമായത്. അടുത്ത ലക്കത്തിൽ നമുക്ക് ഇതൊന്നുകൂടി ചർച്ച ചെയ്യാം.